നാൾക്കുനാൾ ഇറാൻ ആക്രമണം വർദ്ധിച്ചു വരികയാണ്. പുതിയ നേതൃത്വം എത്തിയതോടെ യുദ്ധത്തിൽ നിന്നും തങ്ങൾ മുന്നോട്ട് വെക്കുന്ന നയം എന്താണ് എന്ന കാര്യം ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരായി ഒരു നീണ്ട യുദ്ധത്തിനാണ് തങ്ങൾ തയ്യാറെടുക്കുന്നത് എന്നും ഇതുവരെ അത്യാധുനിക ആയുധങ്ങളൊന്നും തന്നെ പ്രയോഗിച്ചിട്ടില്ല എന്നാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഈ യുദ്ധത്തിനായി ആസൂത്രണം ചെയ്തതിനേക്കാൾ കൂടുതൽ കാലം പ്രതിരോധിക്കുവാനും ആക്രമണാത്മക പ്രതിരോധം തുടരാനുമുള്ള ശേഷി തങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ എല്ലാ ആയുധങ്ങളും, അതായത് നൂതന ആയുധങ്ങളും ഉപകരണങ്ങളും ആദ്യ ദിവസങ്ങൾ തന്നെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് പോകെ മാത്രമേ കൂടുതൽ മൂർധന്യമായ ആയുധങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ എന്നാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. ദുബായിലെ US എംബസിക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. എന്നാൽ ഇറാന്റെ ആക്രമണ ശ്രമം ദുബായ് തകർത്തെറിയുകയായിരുന്നു. തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമി എന്തായാലും തിരഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ മകനായ മുജത്തബ ഖമേനിയാണ് തിരഞ്ഞെടുത്തത്. ഈ പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുത്തതിനു ശേഷമാണ് യുദ്ധ നയം ഇറാൻ വ്യക്തമാക്കിയത്. അതായത് ചില ഇറാനിയൻ മാധ്യമങ്ങളാണ് പുതിയ നേതൃത്വത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. ഔദ്യോഗിക സ്ഥിരീകരണം എന്തായാലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അടുത്ത പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കും വരെ 3 അംഗ സമിതിക്കാണ് ഭരണത്തിന്റെ ചുമതല എന്നായിരുന്നു പുറത്തുവന്ന ആദ്യ റിപ്പോർട്ടുകൾ. മതപണ്ഡിതൻ ആയത്തുള്ള അലി റിസ അറാഫിയെ 3 അംഗ പരമോന്നത സമിതിയിലേക്ക് ഇറാൻ നിയോഗിച്ചിരുന്നു.